ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് ദേവു അരുൺ പ്രശ്നം. അപ്പോൾ അച്ഛൻ അത് സച്ചിയോട് സംസാരിക്കാവുന്ന രേവതിയോട് പറയുന്നു. രേവതി എന്നിട്ട് അത് അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു രാത്രിയായി. പിന്നെ കണക്ക് നമ്മുടെ ശ്രുതി തന്നെ ഇരുന്ന് ബീറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ബീറ് കഴിച്ച് ഇങ്ങനെ പിച്ചും പേയും പറയുവാണ്. അപ്പോൾ എൻ്റെ ശ്രുതി വേറെ ആരുടെയെങ്കിലും കൂടെ പോകുമോ? ശ്രുതി നീ എന്നെ ഡിവോഴ്സ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചുമ്മാ ഇരുന്ന് കരയുന്നു, കിടക്കുന്നു, ഇരിക്കുന്നു, ഓടുന്നു, നടക്കുന്നു. അങ്ങനെയൊക്കെ ശ്രുതി ഇങ്ങനെ മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമയം രേവതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സച്ചി നേരായിട്ട് വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ വണ്ടി കണ്ട് രേവതി ഓടി ഇറങ്ങി ചെന്നു. അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി മൈൻഡ് ചെയ്യാതെ കയറി പോവാം. സച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. എന്താ വൈകിയ സച്ചേട്ടാ, ഈ സമയം വരെ ഇത് എവിടെ പോയതാണെന്ന് രേവതി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഉച്ചയ്ക്ക് വരുന്നു ഞാൻ കരുതിയേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ എത്ര നേരം കാത്തിരുന്നെന്ന് അറിയാവോ എന്നൊക്കെ രേവതി ചോദിച്ചു. വരുന്നില്ലെങ്കിൽ അതൊന്ന് വിളിച്ചെങ്കിലും പറഞ്ഞുകൂടെ എന്നും ചോദിച്ചു. ഞാൻ വിളിച്ചപ്പോഴാണെങ്കിലും ഫോണും എടുത്തില്ലല്ലോ. അപ്പോഴും സച്ചി ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ ദേവുവിന് കുഴപ്പമൊന്നുമില്ല, നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നതെന്ന് സച്ചി ചോദിച്ചു. ഞാനതിന് ആരാണെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങളുടെയൊക്കെ പുന്നാരയായ പോലീസുകാരനുണ്ടല്ലോ എന്നും സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം. രേവതി ഇങ്ങനെ നോക്കുവാണ്. അനിയത്തിക്ക് സുഖമില്ലെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവൻ്റെ മുന്നിൽ വെച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പം എന്ത് അപമാനിക്കാൻ വേണ്ടിയിട്ടോ? അപ്പം നീ എന്നോട് ഒച്ച വെച്ചില്ലേന്ന് ചോദിച്ചു സച്ചി. പുറത്ത് പോയി വഴക്കടിക്കാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഒരന്യനെ പോലെയല്ലേ നീ എന്നോട് പെരുമാറിയതെന്ന് ചോദിച്ചു. എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പോയി സ്വകാര്യമായിട്ട് നിനക്ക് പറയാമായിരുന്നല്ലോ ഇല്ലേ? പക്ഷേ അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ നീ അതെല്ലാം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് രേവതി. ദേവു അവിടെ കിടക്കുക, അതൊരു ഹോസ്പിറ്റലാണ്, നിങ്ങൾ രണ്ടുപേരും അത് ഓർക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഒച്ച വെക്കരുത്, വഴക്കടിക്കരുത് എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സച്ചേട്ടനോട് അവിടുന്ന് പോവാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. സച്ചേട്ടൻ അങ്ങ് ദേഷ്യപ്പെട്ട് ചാടിക്കറി പോയതല്ലേ എന്നും ചോദിച്ചു. അപ്പോൾ സച്ചി നേരെ നീ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, നീ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നുള്ളത് തന്നെയായിരുന്നു എന്ന് സച്ചി. സാരമില്ല, ഇതാണ് ലോകം, നല്ലവരെ ഒന്നും ആർക്കും വേണ്ട, അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഔട്ടാ. അപ്പോൾ ഫ്രോഡുകളെ എല്ലാവർക്കും വേണ്ടേ, അവരെയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ആടും അവർ. ഒടുക്കം നിങ്ങളെല്ലാവരും ഒന്നായി, ഞാൻ പുറത്ത്. എനിക്കത് മനസ്സിലായെന്ന് സച്ചി. ആർക്കും വേണ്ടാത്തവനായി ഞാനെന്നൊക്കെ പറയുമ്പോൾ സച്ചേട്ടാ എന്ത് സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു രേവതി. സച്ചേട്ടൻ അവിടെ നിന്ന് പോയ ഉടനെ അരുണും പോയിരുന്നു, പിന്നെ അവിടെ ആരും നിന്നില്ല, അമ്മ അരുണിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം രേവതി സച്ചിയോട് പറഞ്ഞിട്ടും സച്ചി അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ സച്ചേട്ടൻ്റെ സമ്മതത്തിന് വേണ്ടി അവൾ അവിടെ കാത്തിരിക്കുക, എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് രേവതി സച്ചിയോട് പറയാട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കാം. സച്ചേട്ടനൊന്ന് സമ്മതം മൂളിയാ പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടക്കും എന്ന് പറഞ്ഞപ്പോൾ രേവതി, നിൻ്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേന്ന് ചോദിച്ചു സച്ചി. അവളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഈ കല്യാണത്തിന് പോലും ഞാൻ സമ്മതിക്കാതിരിക്കുന്നത് അല്ലേ? അവനാൾ ശരിയല്ല എന്നുള്ളതിന് ഞാൻ എത്ര ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. നിനക്കൊന്നും എന്താ മനസ്സിലാവാത്തത്? ബുദ്ധിയില്ലേ നിനക്ക്? പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര വിഷമം. രേവതി എന്നിട്ട് ഒന്നും മിണ്ടാതെ കയറി പോവുക. നീ ആലോചിക്കുക രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പിന്നാലെ ചെന്നു. അപ്പോൾ സച്ചേട്ടൻ അതൊന്നും ആലോചിക്കേണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് ആലോചിക്കണം, എനിക്കത് ആലോചിച്ചേ പറ്റൂ, കാരണമേ അവളെൻ്റെ അനിയത്തിയാണെന്ന് സച്ചി. സച്ചേട്ടാ ഞാൻ പറഞ്ഞു തന്നു, നിങ്ങളുടെ തലയിൽ ഇത് കയറുന്നില്ലേ സച്ചേട്ടാ? സാരമില്ല, അച്ഛൻ സംസാരിക്കട്ടെ, അപ്പോഴെങ്കിലും മനസ്സിലാകുമല്ലോ. അപ്പോൾ വേണ്ട, അച്ഛനോട് ഞാൻ സംസാരിക്കാം, എല്ലാം അറിയുമ്പോഴേ അച്ഛൻ തന്നെ പറയും അവന് ദേവുവിനെ കെട്ടിച്ച് കൊടുക്കണ്ടാന്ന്. അച്ഛാ ഇങ്ങ് വാ, വന്നേന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഇറങ്ങി വരുന്നു. ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കാനായിട്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? ആദ്യം നീ അത് പറയാൻ പറഞ്ഞു അച്ഛൻ. അത് പിന്നെ അച്ഛാ, നമ്മുടെ ദേവുല്ലേ, അവൾ ഒരു പോലീസുകാരനെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കി നിൽക്കാം. അല്ല അതിനിപ്പോൾ എന്താ, അതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അത് നല്ല പയ്യനാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് കൊടുക്കല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് പോയിൻ്റാണ്. അച്ഛൻ പറഞ്ഞാൽ നീ കേട്ടില്ലേ, അന്വേഷിച്ച് നല്ലവനാണെങ്കിൽ മാത്രം കെട്ടിച്ചു കൊടുക്കാൻ. അപ്പോഴും ചന്ദ്ര ഇങ്ങനെ നോക്കുക കേട്ടോ. അച്ഛാ, ദേവു ആ പ്രണയിക്കുന്ന പോലീസുകാരൻ നല്ലവനേ അല്ല അച്ഛാ എന്ന് പറഞ്ഞു. ഒരു തലതിരിഞ്ഞവനാണെന്ന് സച്ചി, ഒരു ഫ്രോഡാണെന്നും പറയുന്നു. അച്ഛൻ അവനെ അറിയാം, അത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു പോലീസുകാരനെ പറ്റി ഞാൻ പറയാറില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും സച്ചി പറഞ്ഞു. അപ്പോൾ അവന് നമ്മുടെ ദേവുവിനെ കെട്ടിച്ചു കൊടുത്താൽ അവളുടെ ജീവിതം ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതിക്കാത്തതെന്ന് സച്ചി പറയാം. പിന്നെ എനിക്ക് അവന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് എതിർക്കുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അതങ്ങനെ അല്ല അച്ഛാന്ന് സച്ചി.
അപ്പോൾ ദേ അവനെപ്പറ്റി അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ല ഞാൻ കേട്ടതല്ലേ, ഒരാളും അവന് പെണ്ണ് കൊടുക്കില്ല എന്ന്. അങ്ങനെ നമ്മുടെ സച്ചി അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി പറയുവാണ്. അതായത് ഡ്രൈവറായിട്ടൊരു സാറിൻ്റെ വണ്ടിയിൽ പോകുന്നു. ആ സാറ് സച്ചി സംസാരിക്കുന്നത്, അതായത് അരുൺ അന്ന് കള്ളം പറയിപ്പിച്ച പോലീസുകാരനായിരുന്നു ആ വണ്ടിയിൽ കയറിയത്. അപ്പോൾ അന്ന് ആ ഒരു തെറ്റ് ചെയ്തതിൽ ഒരുപാട് മനസാക്ഷിക്കുത്തുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി കുടുക്കി അവരെ പിടിച്ച് ജയിലിലിടണം എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. നിങ്ങളോട് മാത്രമല്ല, പുള്ളിക്ക് ഇഷ്ടമില്ലാത്തവരോടൊക്കെ അയാൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയാം കേട്ടോ ഈ സച്ചിയോട് ആ സാറ്. അദ്ദേഹം വർക്ക് ചെയ്ത സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ കുറേ പരാതികളുണ്ടെന്നും ഇവിടെ SI സാറ് നല്ല വ്യക്തി ആയതുകൊണ്ട് അതൊന്നും നടക്കാത്തതാണ്, അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് കേട്ടോ കക്ഷിക്കെന്നൊക്കെ പോലീസുകാരൻ സച്ചിയോടൊന്ന് പറഞ്ഞിരുന്നു. ഏത് സ്റ്റേഷനിലും കൂടുതൽ കാലങ്ങളൊന്നും അയാൾ ഉണ്ടാവാറില്ല, ട്രാൻസ്ഫർ കൊടുത്തങ്ങ് തട്ടാറാണ് പതിവെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നതിന് മുൻപ് ജോലി ചെയ്തിരുന്ന സ്റ്റേഷൻ പരിധിയിലുള്ള ഒരാളെ ഇതുപോലെ നോട്ടമിട്ട് പിടിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി ഉപദ്രവിക്കുകയായിരുന്നു അയാളുടെ സ്ഥിര ഹോബി എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ടങ്ങ് മർദ്ദിക്കുകയും ചെയ്തായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ കിടപ്പിലാണെന്നൊക്കെ ഈ പോലീസുകാരൻ പറയാം. അങ്ങനെ അരുണിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പോലീസുകാരൻ സച്ചിയോട് പറഞ്ഞത്. ഇതും കൂടെയൊക്കെ കേട്ടിട്ടാണ് സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. അങ്ങനെ അരുണിൻ്റെ ആ ഒരു സ്വഭാവങ്ങളെല്ലാം സച്ചി ഇവിടെ ഇവരോട് പറഞ്ഞു. അങ്ങനെയുള്ള ഒരുത്തനെ അവൾ കെട്ടിയാൽ അവളുടെ ഭാവി എന്താകും അച്ഛാന്ന് ചോദിച്ചു. അച്ഛൻ തന്നെ പറയാനും സച്ചി ചോദിക്കുക അച്ഛനോട്. അന്നേരം അച്ഛാ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അരുണിനോട് ശത്രുതയും അസൂയയും കാരണം ആ പോലീസുകാരൻ ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞതായിരിക്കും. അദ്ദേഹം പറഞ്ഞതല്ല സത്യമാകണമെന്നില്ല എന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പം അച്ഛാ കേട്ടില്ല ഇവള് പറയുന്നത്, എന്ത് പറഞ്ഞിട്ടും ഇവൾക്ക് മാത്രം മനസ്സിലാകുന്നില്ല അച്ഛാന്ന് ആ സമയത്ത് പറയാട്ടോ. അന്നേരം ദേ അച്ഛാ നോക്ക്, അരുണിൻ്റെ ഭാഗത്ത് ചില തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അദ്ദേഹം നല്ലവനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് പല ഉദാഹരണങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ എന്തുദാഹരണം പറ രേവതി, എന്തുദാഹരണം? അച്ഛൻ്റെ അഭിപ്രായം എന്താ? അത് അച്ഛൻ ആദ്യം പറയാൻ പറഞ്ഞു സച്ചി. രവിയേട്ടനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അച്ഛാ എന്തോ ആലോചിച്ച് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. എന്തായാലും സച്ചി പറയുന്നു അവൻ നല്ലവനല്ല എന്ന്, രേവതി മോള് പറയുന്നു അവൻ നല്ലവനാണ് എന്നുള്ളത്. ഇതിലേതാ ശരിയെന്നൊന്നും എനിക്കറിയില്ല എന്നും നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. എന്ത് തീരുമാനം എടുത്താലും അത് ദേവുമോൾക്ക് നല്ലതിന് വേണ്ടി മാത്രം ആയിരിക്കണമെന്നും പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിൽക്കുക. അങ്ങനെ സച്ചിയും കൊതികുത്തി അവിടെ നിന്ന് പോയി. രേവതി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട്, എടി ദേ ഇനി കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ തന്നെ നിങ്ങൾ എങ്ങനെ അത് നടത്താനാണെന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുക കേട്ടോ. സ്വർണവും പണമൊക്കെ ഉണ്ടോ കയ്യിൽ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ രേവതിയോട് ചോദിച്ചു. ഒരു കാര്യം ചെയ്യേ, കുറച്ചുകൂടി കാത്തിരിക്കുക, അപ്പം പിന്നെ അവൾ ആ പോലീസുകാരൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടി പോയിക്കോളൂ എന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുക. പോട്ടേന്നേ, അതല്ലേ ശരിക്കും പറഞ്ഞാൽ ലാഭം. അവളും രക്ഷപ്പെട്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. രേവതി ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് അരുണിനെയും അമ്മയെയുമാണ്. അപ്പോൾ നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്നൊക്കെ അമ്മ ചോദിക്കാം. നീ അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പം ദേവുവിനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ പോകാതിരിക്കാൻ പറ്റുമോ അമ്മേ? പോയിട്ട് വയറ് നിറച്ച് കിട്ടിയില്ലേന്ന് ചോദിച്ചു അമ്മ മോനോട്. ഇപ്പം നിനക്ക് എന്താ സമാധാനമായോ? അമ്മ ആ ഗുണ്ടയുടെ കാര്യം അമ്മ വിട്, പക്ഷെ അവളുടെ അമ്മ എന്നോട് അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല എന്ന് അരുണ്. എടാ ദേവുവിൻ്റെ അമ്മ അവൻ്റെ സൈഡാ, ആ സച്ചിയുടെ സമ്മതമില്ലാതെ കല്യാണം നടത്തില്ല എന്ന് അവർ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. വീട്ടുകാരുടെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കുമെന്ന് എനിക്കെന്തായാലും തോന്നുന്നില്ല. ആ പെണ്ണാണെങ്കിൽ അവരുടെ വാക്ക് ധിഖരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരാനും പോകുന്നില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്കറിയാം, എന്നെ മറക്കാനൊന്നും അവൾക്ക് കഴിയില്ലമ്മേ, എനിക്കറിയാം. വീട്ടുകാർ കല്യാണത്തിനാണെങ്കിലും സമ്മതിക്കുന്നതുമില്ല. അമ്മേ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവൾ ഉണ്ണാതെ ഉറങ്ങാതെ ഈ ഒരു അവസ്ഥയിലായതും അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ മോനെ ഈ കല്യാണം നടക്കും എന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. നിൻ്റെ വിഷമം അതെനിക്ക് മനസ്സിലാകും, എന്നാലും അമ്മ നിന്നോട് പറയാം, ദേ നീ അവളെ മറക്കുന്നതാണ് നല്ലത്. അന്നേരം അതെനിക്ക് പറ്റില്ലമ്മേ, അവളില്ലാത്തൊരു ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്ന് അരുൺ പറഞ്ഞു. അമ്മേ ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചവരാ. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും അത് നടക്കണമെന്നില്ലല്ലോ മോനെ. പിന്നെ ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവളുടെ വീട്ടുകാരല്ലേ എന്ന് ചോദിച്ചു. അവരെടുക്കുന്ന തീരുമാനങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല. ആ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ നീ നിൻ്റെ ജീവിതം കളയരുതെന്നും പറയാം. മോനെ നിന്നെ എന്നും സന്തോഷത്തോടെ കാണാനാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത് എന്ന് അമ്മ പറയുമ്പോൾ അരുണിന് ഭയങ്കര ധർമ്മസങ്കടം. അരുൺ എന്നിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നു. അമ്മ അരികിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ദേവ് മാത്രമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അരുൺ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുകയും ചെയ്തു.
എടാ എടാന്ന് വിളിച്ച് അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സച്ചി കേട്ടോ. സച്ചി ഒരു കുഞ്ഞ് പാവയൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നപ്പം സച്ചേട്ടൻ എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അല്ലെ ശ്രീകാന്തും വർഷം എന്നാ വരികയെന്ന് ചോദിച്ചേ. അപ്പം ഒരു 2-3 ദിവസം കഴിയുമായിരിക്കും. അതെല്ലേ, വീട്ടിൽ ആളുകളൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു കുറവ് തോന്നുന്നത് പോലെ എനിക്ക്, അല്ലേ, നിനക്കങ്ങനെ തോന്നിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ രേവതി പറഞ്ഞു ശരിയാ, അവർ 2 പേരും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അതങ്ങനെയെന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യയും കൂട്ടി ഒറ്റയ്ക്ക് താമസിക്കാനാണ് എൻ്റെ കൂട്ടുകാരിൽ ഉള്ള പലർക്കും ഇഷ്ടം. അതിനു വേണ്ടി അവരൊക്കെ വീടും ഫ്ലാറ്റും ഒക്കെ എടുക്കാറുണ്ട്. അച്ഛനും അമ്മയും സഹോദരങ്ങളൊന്നും കൂടെ ഇല്ലാതെ എങ്ങനെയാണ് കഴിയുക എന്ന് സച്ചി. അതൊന്നും എനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല എന്നും പറഞ്ഞു. അന്നേരം അതേ സച്ചി ഏട്ടാ, എനിക്കും അത് അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ് രേവതി. എനിക്ക് എൻ്റെ അച്ഛനും അമ്മനും സഹോദരങ്ങളും ഒക്കെ എന്നും കൂടെ ഉണ്ടാവണം, എന്നും അവരെ കാണണം. അവരടുത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ തന്നെ കഴിയില്ല എന്നൊക്കെ സച്ചി രേവതിയോട് പറഞ്ഞപ്പോൾ, അപ്പോൾ ഭാര്യയോ അത് കേട്ടപ്പോൾ അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കാം. അപ്പോൾ അതെ നമ്മുടെ രേവതി ഒന്ന് ചിരിച്ചു. അപ്പോൾ സച്ചി എന്നിട്ട് രേവതിയുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് രേവതിയോട് പറയാം, അങ്ങനെ എല്ലാവരും എപ്പോഴും അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ. നമ്മളെപ്പോലെ എല്ലാവരും ചിന്തിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ സച്ചേട്ടാ. ഒരു ഘട്ടം കഴിയുമ്പോൾ സ്വന്തം കാര്യം നോക്കി അവരങ്ങ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ വരുമെന്നും വിഷമമായി നക്കി ഇരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് രേവതി. അവരവരുടെ സന്തോഷം തേടി പോകുമ്പോൾ നമ്മൾ കരയേണ്ടി വരും സച്ചേട്ടാന്ന്. അത് പറഞ്ഞ എന്തായാലും 100% ശരിയായിട്ടുള്ള കാര്യമാണെന്നും സച്ചി. ശ്രീകാന്തും വർഷം 2-3 ദിവസം മാറി നിന്നപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ അവരൊരു ഫ്ലാറ്റൊക്കെ എടുത്ത് മാറി താമസിച്ചാൽ എന്താകും അവസ്ഥ എന്ന് ചോദിച്ചു. അവർ മാറി താമസിച്ച തന്നെ, അതിന് ഞാൻ അവരെ വിട്ടിട്ട് വേണ്ടേന്ന് സച്ചി ചോദിക്കുക. അങ്ങനെ ഇവർ 2 പേരും കൂടി എല്ലാവരുടെയും കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ദേവുവിൻ്റെയും അരുണിൻ്റെയും കാര്യം പിന്നെ എടുത്തിട്ടു. അവനിപ്പോൾ നല്ലവനായി ചമഞ്ഞ് നല്ലവനായിട്ട് എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ സച്ചി ഇങ്ങനെ പറഞ്ഞു. അന്നേരത്തേക്ക് അങ്ങനെയൊന്നും അല്ല സച്ചി ഏട്ടാ, അന്ന് രേവതി. അപ്പോൾ അതെ അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും പറയുവാണ്. 2 പേരെയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ പിന്നീട് നമുക്ക് അവരെ കിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതായത് വർഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം എൻ്റെ ഇടയിൽ കയറി പറയാം. വർഷയുടെ അച്ഛനും അമ്മയും ചേർന്ന് അവരുടെ മനസ്സ് മാറ്റും, അവരവിടെ സ്ഥിരതാമസം ആക്കുമെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ രവിയേട്ടൻ താഴെ നിന്ന് മുകളിലോട്ട് കയറി വരുവാണ്. അദ്ദേഹം ഈ സംസാരം കേൾക്കണം. അദ്ദേഹം ഞെട്ടിപ്പോയിട്ടോ ഇവർ പറയുന്നത്. ശ്രീകാന്തിനെയും വർഷയും കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. അന്നേരം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. 2 പേരെയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്ന് സച്ചിട്ടൻ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ സച്ചി വന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ അവർ വന്നാൽ ഇവരുടെ മുഖത്തൊരു ചിരി വരുവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി സ്കൂൾ ബസ്സിൽ അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ആദിക്കുട്ടനും അതുപോലെ വിമലാൻ്റെയും കൂടെ സ്കൂൾ ബസ്സിൻ്റെ തൊട്ടരികിലൂടെ നടന്നു പോവുകയാണ്. കൊച്ചിനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വിമലാൻ്റിക്ക്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.